ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മനുമാൻ ഷോ. ഒരു റിയൽ ട്രഷറാണ്. ആൻറ്റിക് കളക്ഷൻസിൻ്റെ ഒരു വൻ ശേഖരമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഓരോ കാഴ്ചകളിലൂടെ നമുക്ക് പോകാം. ജലചക്രമാണ് ഇത്. ഈ കല്ല് പാത്രമാണ് ശരിക്കും. പണ്ട് കാലങ്ങളിൽ ആനയ്ക്കും പശുവിനുമൊക്കെ വെള്ളം കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇതിൽ മീനെ വളർത്താനൊക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ് ഈ കട വരുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഒറ്റക്കല്ലിൽ കൊത്തിയിരിക്കുന്ന ഈ കൽപാത്രങ്ങൾ തന്നെയാണ് നമ്മളെ ആദ്യം ആകർഷിക്കുക. ഒരു വശത്ത് കൽവിളക്കുകളും നടുമുറ്റത്തായിട്ട് ബുദ്ധൻ്റെ വെങ്കല പ്രതിമകളും. ഈ അപൂർവ പുരാവസ്തു ശേഖരം പ്രദർശിപ്പിച്ചിരിക്കുന്ന രീതി മുഖപ്പോടുകൂടി പഴമയെ വിളിച്ചോതുന്ന ഈ ഒരു വീട്ടിൽ അത് തീർത്തും പ്രശംസനീയമാണ്. വില്ലീസിൻ്റെ ഒരു ജീപ്പ്, ആഞ്ഞിലി തീർത്തേക്കുന്ന ഒരു കപ്പിയാണേ. തേക്കിൽ നിർമ്മിച്ചേക്കുന്ന പല ഡിസൈനിലുള്ള ധാരാളം മുഖപ്പുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്ക് പഴയതല്ലാത്ത കുറച്ച് അന്തേവാസികളെ ഞാൻ കണ്ടു. തേക്കിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഡ്രസ്സ് ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡാണിത്. ഇത് ഓൾറെഡി സെയിൽ ആയേക്കുന്നതാണ്. ഇതിപ്പോൾ കൊണ്ടുപോകാൻ ആവശ്യക്കാർ വന്നിട്ടുണ്ട്. പഴയ ചായക്കടയിലെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു സമാപർ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൻ പുറത്തെ ചായക്കടകളിൽ ഇപ്പോഴും ഇത് കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു അവസരമായിരിക്കും. സോ ഈ ബുദ്ധൻ്റെ പ്രതിമ പൂർണ്ണമായിട്ടും ബ്രാസ് ആണ്. ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ഇതൊരു തട്ടിയാണ്. പഴയകാല മുസ്ലിം തറവാടുകളിലൊക്കെ പുറത്തോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജനലെന്ന് വേണേൽ പറയാം. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന തൂക്കുകട്ടകളാണ്. ഇത് തൈര് കടയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അല്പം മുമ്പ് നമ്മൾ കണ്ട തേക്കിൻ്റെ ഡ്രസ്സിങ് സ്റ്റാൻഡ് കസ്റ്റമർ കൊണ്ടുപോകുന്നതാണ്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന തൂക്കുകല്ലുകളും ഉപ്പുഭരണികളുമാണ്. തേക്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കോർണർ സ്റ്റാൻഡാണ്. ഒരു ഡ്രോയും കബോർഡും ഒക്കെ ഉൾപ്പെട്ട് ഉള്ളിൽ മിററൊക്കെ ആയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇത് കോർണർ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പുതിയ വീടുകളിലൊക്കെ അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഈ ഒരു വരാന്തയിൽ എഗെയിൻ ഒരുപാട് കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഉള്ളിലോട്ട് നമ്മൾ കയറാൻ പോകുന്നത്. തേക്കിൽ തീർത്തിരിക്കുന്ന കസേര, മേശ, ദിവാനൊക്കെയാണ് ഈ വരാന്തയിലുള്ളത്. ആവശ്യക്കാർക്ക് വിൽക്കാനായി വെച്ചിരിക്കുന്നതാണ്. ഈ ദിവാനിൽ ഒരു ഡ്രോയും വരുന്നുണ്ട്. തടിയിൽ തീർത്തേക്കുന്ന കാളത്തലകൾ, മാന്, സീമൻസിൻ്റെ വർക്കിംഗ് ആയിട്ടുള്ള ഫോണാണ് ഇതൊക്കെ. പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന ഒന്നിനോടൊന്നു മെച്ചപ്പെട്ട കരകൗശല വിദ്യകളാണ് ഇവയോരോന്നും. റിസോർട്ടുകളിലും റെസ്റ്റോറൻറ്റുകളിലുമൊക്കെ റിസപ്ഷൻ ഡെസ്കിലൊക്കെ അലങ്കരിക്കാനായിട്ട് ഈ കരകൗശല വിദ്യകൾ വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട്. അത് ബ്രാസ് ഇൻലേഡിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാം വർക്കിംഗ് ആണ്. ഓ ശരി. കണക്ഷൻ കൊടുത്താൽ മതി. ഫോണ് അതും വർക്കിംഗ് ആണ്. അതിപ്പം വരുന്നത് അത് പഴയത് കിട്ടും നമുക്ക്. അത് കിട്ടുന്ന അനുസരിച്ച് പോവുകയും ചെയ്യും. മയിൽ വിളക്ക്, ഇതിനകത്തൊക്കെ പിക്കോക്സ്, ടൈൽസ്. ഇത് നമ്മൾ ഫർണിച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെയും ഗസ്റ്റ് വന്ന് മേടിച്ചോണ്ട് പോകും. ഈ സൈസാണ് വരുന്നത്. പല സൈസ് ഉണ്ട്. 4x4 ഉണ്ട്, 6x6 ഉണ്ട്, പിന്നെ 6x3 ഉണ്ട്. അത് ക്ലോത്തിലാണോ പെയിന്റിങ്? ക്യാൻവാസ് പെയിന്റിങ്. ഇത് റോയൽ ടോപ്പ്. റോയൽ ടോപ്പ്.
കളർ ഉണ്ടോ. ഇതിനകത്ത് ബോക്സ് നമുക്ക് സ്റ്റഡി ടേബിൾ ആണ്. ലക്ഷ്മി അഷ്ടലക്ഷ്മി വിഗ്രഹം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൻറ്റിക് പീസസ് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടു മറന്ന ആൻറ്റിക് പീസസുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. തലമുറകൾ കൈമാറി വന്ന ഈ ആൻറ്റിക് ശേഖരങ്ങൾ, ഇവ പറയുന്ന ചരിത്രവും അതിന് പിന്നിലുള്ള കഥകളും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ മൂല്യം കൂട്ടുന്നത്. പഴയ ഇടിയപ്പം ഉണ്ടാക്കുന്നത്, ഇത് പഴയ ഇത് ഇറച്ചി വെട്ടുന്നതൊക്കെ. ഓ ശരി. പഴയ കാലത്തെ ഇതൊക്കെ പിന്നെ പഴയ അതിന്റെ വീടൊക്കെ ഉണ്ട് ഇതിന്. ഓ അടിപൊളി. ഇതൊക്കെ പഴയ ഐറ്റംസ് ഒക്കെ. അതുപോലെ പഴയ കാലത്ത് ഇങ്ങനെയാണ് അമ്മച്ചിമാരും അച്ഛന്മാരും അപ്പൂപ്പന്മാരൊക്കെ ചുണ്ണാമ്പെടുത്തോണ്ടിരുന്നു. സാമ്പാറും മോരും ഒക്കെ ഒഴിച്ചു വെക്കുന്ന പാത്രങ്ങളായിട്ട് തടിയിലായിരുന്നു. ചാമാടപ്പെട്ടി. ഇതിന് കീ ഉള്ളതാണ്. ഇതിന്റെ കീ ഞാൻ കാണിക്കാം. ഇതുണ്ടോ, ഇതാണ് കീ. ഇത് നമുക്ക് ഇതാണ് കീ. ഇതുണ്ട്, ഇത് കീ ഉള്ളതാ. ഇത് പഴയ ഫ്രൂട്ട് കളേഴ്സ്. അത് ഫ്രൂട്ട് വെച്ച് നമ്മള് നാച്ചുറൽ കളേഴ്സ് ഇല്ലേ, വെള്ളം കോരാൻ വേണ്ടി. സോ ഈ വീടിന് 2 മച്ച് വരുന്നുണ്ട്. പൂമച്ചും സാധാ മച്ചും വരുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ആ മച്ച് ആവശ്യമുള്ളവർക്ക് ആ ഡിസൈനിനനുസരിച്ച് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ഈ മച്ചിന് താഴെയുള്ള ആൻറ്റി കളക്ഷൻസാണ്. ഇനി മച്ചിന് മുകളിലുള്ള ഫർണിച്ചറുകളും ആൻറ്റി കളക്ഷൻസും അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ താഴെ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത് മണിച്ചിത്രത്താഴും നാഗവല്ലിയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ ഒരു ഇതൊക്കെ ഹോൾഡ് ഔട്ട് ആണ്. ശരി. അതാണ് നമ്മളിത് മാറ്റി വെച്ചിരിക്കുന്നത്. വരുമ്പോൾ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പുറത്തുള്ളത് പൂമച്ചാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തേക്കുന്നതാണ്. അതിനകത്താണ് ഇപ്പോൾ നമ്മൾ ഈ മച്ചിന് മോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്ത് നോക്കാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓരോ ഐറ്റം എടുത്ത് സംസാരിക്കാനുള്ള അത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ട്. സോ കളക്ഷൻസിനെ പറ്റി നിങ്ങൾ വറീഡ് ആകുകയോ വേണ്ട. സോ ഈ മുറിയിലും ഫർണിച്ചറുകളൊക്കെയാണ്. അലമാരികൾ, സപ്രമഞ്ച കട്ടിലുകൾ, മേശ, കസേര, ഇതൊക്കെയാണ്. ഇതൊക്കെ പണി കഴിഞ്ഞതുകൊണ്ട് പണിക്കെടുക്കാനുള്ളതും ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലുള്ള കാർപ്പൻ്റർ യൂണിറ്റിലെ കാഴ്ചകളിലേക്ക് പോകാം. സോ ഇവിടുത്തെ വർക്കേഴ്സാണ്. അവരൊരു ക്രിക്കറ്റ് മാച്ചിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇതിൻ്റെ വുഡ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. കെട്ടി ഇതെല്ലാം റെഡിയാക്കി സോ ഇതൊരു മച്ചാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ പുതിയ വീടുകളിലൊക്കെ ഇത് ഒരു ഡെക്കറേഷനായിട്ട് നമ്മൾ ഭിത്തിയിൽ ഇത് പിടിപ്പിക്കുന്നതാണ്. തേക്കിൽ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു പെട്ടിയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, രാജു ചേട്ടനുണ്ട് നമ്മുടെ കൂടെ. ഓക്കെ, സോ 2 കള്ളിയുള്ള തേക്കിൽ പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പെട്ടിയാണിത്. ഓക്കെ, ഇത് അവിടുത്തെ ഉള്ളവർക്ക്
തന്നെ അറിയത്തില്ല, ഇത് 350 അവർക്ക് അറിയാം, പക്ഷെ അതിൽ മേലി ഉണ്ടെന്ന് അവർ പറയുന്നത്. അതാ അതെ, ഡോറൊക്കെ കൂട്ടത്തിൽ വേണം. അതിന്റെ ഡോറ് ലൈഫ് ടൈം ഗ്യാരണ്ടി ഉള്ള പ്രോഡക്ട്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. പഴയ അലമാരികൾ ഒരുപാട്. സോ അലമാരികളൊക്കെ നിങ്ങളുടെ പുതിയ വീടുകൾക്ക് അനുയോജ്യമായ രീതിയിൽ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് എവിടെയാണോ വേണ്ടത് അവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ്. ഫിനിഷ് ചെയ്ത് കണ്ടീഷനിൽ കൊടുക്കുന്നു. സോ തേക്കിൻ്റെ തന്നെ പലകയിട്ട് നമ്മൾ ഇങ്ങനെയാ വരുന്നത്. ഇതിന്റെ 4 ദിവസം ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിം റോഡ് സൈഡിലാണ് ഈ കട വരുന്നത്. എത്ര വലിയ വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് സൗകര്യവും ഉണ്ട്. സോ ആൻറ്റിക് ഫർണിച്ചറുകൾ, വുഡ് ക്രേവിങ്സ്, ബ്രാസ് ഐറ്റംസ്, പുതിയ ഫർണിച്ചറുകൾ ഉണ്ടാക്കിയും കൊടുക്കുന്നുണ്ട്. തേക്ക്, ഈട്ടി, ആഞ്ഞിലി, പ്ലാവ് ഇതൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന സാധനം നമ്മൾ ലൈഫ് ടൈം ഗ്യാരണ്ടി ആണ് കൊടുക്കുന്നത്. പഴയ തടി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു മിനിമം നമ്മൾ 150 ഇയർ ഓൾഡ് വുഡാണ്. മാക്സിമം പോയാൽ നമുക്ക് ഇവിടെ 350 ഇയർ ഓൾഡ് വുഡും പോലും ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പുതിയ തടിയോ ഫ്ലൈവുഡ് നമ്മൾ ഗേറ്റിനകത്ത് പോലും നമ്മൾ എൻട്രി ചെയ്യാറില്ല. ഒരു ഗ്യാരണ്ടിയോടായിരിക്കും നിങ്ങൾക്ക് സാധനം നമുക്ക് എവിടം വരെയൊക്കെ ഡെലിവറി ഉണ്ട്. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഫുള്ള് ചെയ്യുന്നുണ്ട്. കൊറിയറായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് സേഫ് ആയിട്ട് ഡോർ ഡെലിവറിയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അത് ചെയ്യാനെടുക്കുന്ന സമയം ഇപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് ഫർണിച്ചേഴ്സ് ഇല്ലെങ്കിൽ അതുപോലത്തെ തന്നെ വർക്ക് നമുക്ക് ഉണ്ട്. അപ്പം നമ്മൾ ആ വർക്കും കൂടെ നോക്കും. അത് എങ്ങനെയാണത് ആ വർക്കിൻ്റെ ഇത് പാറ്റേൺസും അത് നോക്കിയിട്ടാണ് നമ്മൾ സമയം കൊടുക്കുന്നത്. ഫർണിച്ചർ ഉണ്ടാക്കുന്ന യൂണിറ്റ് ഇവിടെ തന്നെ നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ ചെയ്യാനായിട്ട്. നമുക്ക് കാർവിങ്സിന് ആളുണ്ട്, പോളിഷിന് വേറെ ആളുണ്ട്, കാർപ്പൻറ്റേഴ്സ് വേറെയാണ്, ടേണിങ്സ് ഒക്കെ ചെയ്യാൻ വേറെ ആളുണ്ട്. അതുകൊണ്ട് എല്ലാം നമുക്കൊരു 20-25 വർക്കേഴ്സ് ഇവിടെ ഉണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട്, മലയാളീസും ഹിന്ദിക്കാരും ഒക്കെ ആയിട്ട്. ഓക്കെ. സോ ഇത് വരുന്നത് അറുപറ ബ്രിഡ്ജിന് സമീപമാണ്. കിളിരൂർ PO കോട്ടയം ജില്ലയിലാണ്. കോണ്ടാക്ട് നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി മൂലം ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ അപ്പോൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്താനായിട്ട് താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വീടുകൾ കൂടുതൽ ഭംഗിയാക്കാൻ, അലങ്കരിക്കാൻ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരുപാട് ഐറ്റംസ് ഈ ഒരു ആൻറ്റിക് ഷോപ്പിലുണ്ട്. ഇത് ജസ്റ്റ് ഒരു ആൻറ്റിക് ഷോപ്പ് മാത്രമല്ല, ഫർണിച്ചറുകളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പുതിയ വീടിന് അനുയോജ്യമായ രീതിയിൽ പഴമയെ പുതുമയുമായിട്ട് ഇണചേർക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും. സോ അതുവരെ